നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഫാദർ ടോണി പഴയകളത്തിന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ രജത ജൂബിലി ആഘോഷം അവിസ്മരണീയമായി. ക്ലിഫ്റ്റൺ രൂപതയുടെ കീഴിലുള്ള ബ്രിസ്റ്റോൾ മലയാളികൾക്ക് സുപരിചിതനാണ് ഫാദർ ടോണി പഴയകളം. 2017 മുതൽ യുകെയിലെ ബ്രിസ്റ്റോളും ബ്രിസ്റ്റോളിനോടനുബന്ധിച്ചുള്ള ക്ലിഫ്റ്റൺ രൂപതയിലെ വിവിധ ഭാഗങ്ങളിലും സേവനം അനുഷ്ഠിക്കുന്ന ഫാദർ ഇംഗ്ലീഷ് ചർച്ചിന് വേണ്ടിയും സീറോ മലബാർ ചർച്ചിന് വേണ്ടിയും സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ്. ഫാദറിന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ രജത ജൂബിലി ആഘോഷം ബെർണം ഓൺ സീയിലെ ഔർ ലേഡി ആൻഡ് ദി ഇംഗ്ലീഷ് മാർട്ടീഴ്സ് കാത്തലിക് ചർച്ചിൽ ജൂൺ 25 വ്യാഴാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാനയോടും സ്നേഹവിരുന്നോടും കൂടി ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയിൽ ഫാദർ ടോണി പഴയകളം മുഖ്യ കാർമ്മികരും CST കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ ഫാദർ ജോജോ ജോസഫ്, ഫാദർ സണ്ണി, ഫാദർ ക്രിസ്റ്റോ, ഫാദർ ജിബിൻ, ഫാദർ നോബിൾ, ഫാദർ ജെയിൻ, ഫാദർ ജോബി, ഫാദർ പോൾ വെട്ടിക്കാട്ട് എന്നീ വൈദികർ സഹകാർമ്മികരായിരുന്നു. വാക്കുകളിലൂടെയും വചനങ്ങളിലൂടെയും ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെയുമാണ് ടോണിയച്ചൻ ഏവർക്കും പ്രിയങ്കരനായി മാറിയതെന്ന് ജോബിയച്ചൻ പറഞ്ഞു. വൈദിക ജീവിതത്തിലുടനീളം കൂടെ നിന്ന ഏവർക്കും ഫാദർ ടോണി പഴയകളം നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് വളരെയധികമായി അച്ഛൻ പ്രിയപ്പെട്ടവരാണ് അച്ഛൻ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കോൺവെന്റിന്റെ കീഴിലുള്ള ജൂബിലിയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നൽകുന്നു. When he opened it, there were the most orderly set of documents and accounting dreams of receiving from my client. Statements for the correct tax year with few days before and after to make sure that there's no confusion. All relevant matters color-coded and noted in great detail. And 2 separate bundles of money. One for paying the national insurance and one for accountancy fees. And there was a little note along with it. It was written in Malayalam. അവനെ നോക്കിട്ട് കാര്യങ്ങൾ നോക്കിക്കൊടുക്കുക. എന്തെങ്കിലും കൂടുതൽ ചെലവായാൽ ഞാൻ വരുമ്പോൾ തന്നോളാം. It means take care of him and whatever more you may spend, I will repay you when I come back. No accountant in this world would have received such a set of documents and instructions. Which will be given up for you. കൊലയാളികളെയും ബലാത്സംഗ കുറ്റവാളികളെയും തുറന്നുവിടാൻ ബ്രിട്ടൻ. ഏറ്റവും ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ക്രിമിനലുകൾ ശിക്ഷ പകുതി മാത്രം അനുഭവിച്ച് പുറത്തിറങ്ങും. ലേബർ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന മൃദു ജസ്റ്റിസ് പ്ലാനിന്റെ സഹായത്തോടെ മുഴുവൻ ശിക്ഷയും അനുഭവിക്കാതെ സ്വാതന്ത്ര്യം നേടാൻ ഒരുങ്ങി കൊലയാളികളും ബലാത്സംഗ കുറ്റവാളികളും കൊടും ക്രിമിനലുകളും. ജയിലിൽ സ്ഥലപരിമിതി നേരിടുന്നതിന്റെ ഭാഗമായാണ് ഈ സ്കീം അവതരിപ്പിക്കുന്നത്. 1 ദശകത്തിലേറെ ശിക്ഷ കിട്ടിയവർ പോലും വേഗത്തിൽ പുറത്തിറങ്ങുമെന്നാണ് അവസ്ഥ. എന്നാൽ ഇരകളെ ഭയപ്പെടുത്തുന്ന സ്കീം നിർത്തിവെക്കണമെന്ന് ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാമിക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് മന്ത്രാലയത്തിന്റെ മുൻകൂട്ടി കുറ്റവാളികളെ മോചിപ്പിക്കുന്ന സ്കീം വഴി നൂറുകണക്കിന് ഗുരുതര ക്രിമിനലുകൾ വലിയ തോതിൽ ബ്രിട്ടന്റെ തെരുവുകളിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ആശങ്ക. പോലീസിനും ഈ അവസ്ഥ ആശങ്കയാക്കുന്നുണ്ട്. സെപ്റ്റംബർ മുതൽ 6000 കുറ്റവാളികളെ മോചിപ്പിക്കാനാണ് നീക്കം. £369 ദശലക്ഷം ചെലവിൽ നടക്കുന്ന ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം പൂർത്തിയാകുമെങ്കിലും ചാൾസ് രാജാവും കാമില്ല രാജ്ഞിയും അവിടെ സ്ഥിരതാമസമാക്കില്ലെന്ന് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വക്താക്കൾ അറിയിച്ചു.
1837 മുതൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക ലണ്ടൻ വസതിയിലായിരുന്ന ബക്കിംഗ്ഹാം പാലസ് രാജഭരണത്തിന്റെ ഭരണകാര്യ കേന്ദ്രമായി തുടരുമെങ്കിലും ക്ലാരൻസ് ഹൗസ് തന്നെയായിരിക്കും രാജാവിന്റെയും രാജ്ഞിയുടെയും ഔദ്യോഗിക വസതി. രാജാവ് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ സ്ഥിരതാമസമാക്കിയാൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ ശക്തമാവുകയും സന്ദർശകർക്കുള്ള പ്രവേശനം പരിമിതപ്പെടുകയും ചെയ്യുമെന്നതും വിലയിരുത്തിയാണ് രാജാവിന്റെ ഈ തീരുമാനം. പഴകിയ വൈദ്യുത കേബിളുകൾ, ലീഡ് പൈപ്പുകൾ, ബോയിലറുകൾ എന്നിവ മാറ്റിസ്ഥാപിക്കുന്ന 10 വർഷം നീണ്ടുനിന്ന നവീകരണ പദ്ധതി അടുത്ത മാർച്ചോടെ പൂർത്തിയാകും. എന്നാൽ കൊട്ടാരത്തിൽ രാജകീയ വിരുന്നുകൾ, ഉദ്യാന വിരുന്നുകൾ, പ്രധാനമന്ത്രിയുമായുള്ള പ്രതിവാര കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെയുള്ളവ എല്ലാ പ്രധാന ഔദ്യോഗിക ചടങ്ങുകളും പതിവ് പോലെ തുടരുമെന്നും അധികൃതർ പറഞ്ഞു. ലോകകപ്പ് മത്സരത്തിന്റെ നോക്കൌട്ടിൽ പ്രവേശിച്ചതിന്റെ സന്തോഷത്തിൽ ഇക്വഡോറിന് ദേശീയ അവധി പ്രഖ്യാപിച്ച് പ്രസിഡന്റ്. കൊമ്പനെ മസ്തകത്തിന് അടിച്ചു വീഴ്ത്തിയതുപോലെ ജർമ്മനിയെ 2-1 മുട്ടുകുത്തിച്ച് ഫുട്ബോൾ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ കയറിയാൽ ആരുമൊന്ന് ആഘോഷിച്ചു പോകും. ഇപ്പോൾ ആ ആഘോഷം നടത്തുകയാണ് ഇക്വഡോർ. 20 വർഷത്തിനിടെ ആദ്യമായാണ് ഇക്വഡോർ നോക്കൌട്ട് സ്റ്റേറ്റിൽ കടക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ പിന്നിൽ നിന്നും ജയിച്ചു കയറിയാണ് ഫേവറിറ്റുകളായ ജർമ്മനിയെ അവർ വീഴ്ത്തിയത്. ഈ സന്തോഷത്തിൽ താരങ്ങളെയും കോച്ചിംഗ് സ്റ്റാഫിനെയും പ്രശംസിച്ച പ്രസിഡന്റ് ഡാനിയൽ നോബോവ രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുമെന്ന വിമർശനം കേട്ട ടീമാണ് നോക്കൌട്ടിലേക്ക് കടന്നത്. ടൂർണമെന്റിൽ ഇതുവരെ ഒരു ഗോൾ നേടാനും ഇക്വഡോറിന് സാധിച്ചിരുന്നില്ല. ജർമ്മനിയാണ് ആദ്യത്തെ ഗോൾ നേടിയതെങ്കിലും പിന്നീട് 2 തവണ വലകുലുക്കി ഇക്വഡോർ ചരിത്രത്തിൽ തങ്ങളുടെ പേര് കുറിച്ചിട്ടു.